വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. ഇറാന്റെ 6 വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം. 15-ലധികം ഇറാനിയൻ വ്യോമസേനാ വിമാനങ്ങൾ തകർത്തെന്നും സൈന്യം അവകാശപ്പെട്ടു. അതേസമയം ഇറാനെതിരെ ആക്രമണത്തിൽ അമേരിക്കയിൽ ട്രംപിനെതിരെ വ്യാപക പ്രതിഷേധമാണ്. വൈറ്റ് ഹൗസിന് മുന്നിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആദിൽ ചേരുകയാണ്. അതിൽ ഇന്നലെ ഇസ്രയേലിൻ്റെ ഒരു വിമാനത്താവളം ആക്രമിച്ചിരുന്നു ഇറാൻ, അതായത് അമേരിക്കയുടെ ബോംബിങ്ങിന് പ്രതികാരം എന്ന നിലയിൽ. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് ആക്രമണത്തിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യാക്രമണം എന്നുള്ള നിലയ്ക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആക്രമണം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഈ ഇസ്രായേലിൻ്റെ തെക്കൻ പ്രദേശത്തുള്ള വൈദ്യുതി വിതരണത്തിന് വരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചുവെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെല്ലാം തൊട്ടു പിന്നാലെയാണ് നിലവിലിപ്പോൾ ഇസ്രായേൽ ഇറാൻ്റെ 6 വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാൻ്റെ പടിഞ്ഞാറും കിഴക്കും മധ്യഭാഗങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 15-ലധികം ഇറാനിയൻ സൈനിക വ്യോമസേനയുടെ വിമാനങ്ങളും ഇസ്രായേൽ തകർത്തു എന്നുള്ള കാര്യം കൂടെ IDF Xലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ കൂടെ ഇത്തരത്തിൽ വലിയ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്, നമുക്കറിയാം ഈ US ആക്രമണത്തിൽ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിരുന്നു ഫോർദോയിലുള്ള ന്യൂക്ലിയർ സൈറ്റ് എന്ന് പറയുന്നത്. അതിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ ഫോർദോ ആണവ കേന്ദ്രത്തിൽ നടന്നിട്ടുള്ള USൻ്റെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആക്രമണം നടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആണവ വികിരണത്തിൻ്റെ തോതൊന്നും വലിയ രീതിയിലുള്ള ഉയർന്നിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഇറാൻ പറഞ്ഞത് ആളുകളെ അവിടെ നിന്ന് മാറ്റി എന്നതാണ്. പക്ഷേ ആണവ വികിരണം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അതേ സംബന്ധിച്ച് ഇറാൻ പറയുന്ന കാര്യങ്ങളിൽ എത്ര കണ്ട് നമുക്കിപ്പോൾ അത് പരിഗണിക്കാമെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കാരണം അത്തരത്തിലൊരു ഇൻ്റർനാഷണൽ ലോയൊക്കെ തെറ്റിച്ചാണ് അമേരിക്ക ഇങ്ങനെ ഒരു ആണവ സമ്പുഷ്ടീകരണ സ്ഥലത്തേക്ക് ബോംബിടുന്നത്. ഇത് അടക്കം വലിയ വിഷയമായി എത്തുകയാണ്. പിന്നീട് മാത്രമല്ല, ഈ ട്രംപിനെതിരെ അമേരിക്കയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധമുണ്ട് അല്ലേ? അതെ ജിംഷാദ്, ഈ പറയുന്ന ഈ ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ നിലപാട് അറിയിച്ചിരുന്നത് ഇസ്രായേൽ ഏകപക്ഷീയമായി നടത്തിയിട്ടുള്ള ആക്രമണമാണിത്, ഇതിൽ അമേരിക്കയ്ക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ള നിലക്കായിരുന്നു. പക്ഷേ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഘട്ടം ഘട്ടമായിട്ട് അമേരിക്ക ഇതിൻ്റെ അമേരിക്കയുടെ ഇടപെടലുകൾ വളരെ ശക്തമായിട്ടുള്ള നിലയിൽ ഇസ്രായേലിന് അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പേർഷ്യൻ ഗൾഫിലടക്കം അമേരിക്കയുടെ സൈനിക നാവിക സേനയുടെ യുദ്ധക്കപ്പലുകളെല്ലാം വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം നേരിട്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്ക നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അമേരിക്കയുടെ ഈ പറയുന്ന ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാരുൾപ്പെടെ ഈ പറയുന്ന ഏകപക്ഷീയമായിട്ട് പ്രസിഡന്റിന് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള റെസല്യൂഷനുകൾ, അതായത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അറിയിപ്പോടെ അല്ലാതെ അംഗീകാരത്തോടെ അല്ലാതെ ആക്രമണം നടത്താൻ ഉള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെസല്യൂഷനുകൾ വരെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാൻ്റെ പ്രദേശങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്ന ഓരോ ഘട്ടത്തിലും അമേരിക്കക്കെതിരെ അവിടുത്തെ പൗരന്മാർ തന്നെ ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഈ ആക്രമണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ അമേരിക്കയിൽ ഉയർന്നു വന്നിട്ടുള്ളത് ജിംഷാദ്.